ഈ പ്രസംഗിക്കുന്നവനക്കും മക്കളുണ്ട്. എൻ്റെ മക്കളിലെങ്ങാനും ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ എനിക്ക് വാഴ്ന്നു പറയൽ അവിടെ നിൽക്കട്ടെ, എൻ്റെ ജീവിതം തുലയൂലേ? എന്തായിരിക്കും സ്ഥിതിഗതികളൊക്കെ? ഇതാണ് യാഥാർത്ഥ്യം. ഇതൊരു വിഷയമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. അല്ലാഹു തആല ഒരു മനുഷ്യന് പണ്ഡിതനാവട്ടെ, ആലിമാവട്ടെ, അതല്ല എങ്കിൽ ഒരു സാധാരണക്കാരനാണോ, കഅബാലയത്തിന്റെ കല്ല് പിടിക്കാൻ അവസരം ലഭിച്ച ഹാജിയോ ഹജ്ജുമ്മമാരോ ആരാടിയെങ്കിലും എൻ്റെ പെങ്ങളെ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട നിഅമത്ത് നമ്മുടെ മക്കളാണ്. മക്കളെ കൊണ്ടൊരു കൺകുളിർമ, മക്കളെ കൊണ്ട് ഖുർറത്തുൽ ഐൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് വല്ലാത്ത ഒരു സമയമാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോ പല മാതാപിതാക്കളും കരയുന്നത്. യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ ഫഇന്നഹു മാ അല്ലമനാ മാ നജ്ഗലു. പടച്ചവരേ, നീ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് തണ്ടുപോലെ നിൽക്കുന്ന വാപ്പയെയാണ്, ഉമ്മയെയാണ്. യഖൂലൂൻ യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ. എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ലാഹ്, അതിനു മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് എൻ്റെ മാതാപിതാക്കളെയാണ്. യഖൂലൂന യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ. ഞങ്ങളെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചില്ല, ഞങ്ങൾക്ക് വയംനഉഹുൽ മൻഹിയ അൻഹു. ഞങ്ങളെ തടയേണ്ട വിഷയത്തിൽ തടയേണ്ട സമയത്ത് തടയേണ്ടതുപോലെ ഞങ്ങളെ തടഞ്ഞതുമില്ല. ഉപ്പാക്ക് സമയം കിട്ടിയില്ല, ഉമ്മാക്ക് ഞങ്ങളെക്കുറിച്ച് ഓർക്കാൻ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ഇന്ന അവ്വലമായ തഅല്ലഖു ബിർറജുലി, ഒരു മനുഷ്യൻ, അത് മുസ്ലിയാരാണെങ്കിലും ഹാജിയാരാണെങ്കിലും ഏറ്റവും കൂടുതൽ കരയേണ്ടി വരുന്ന മനുഷ്യനാരാണ്? ഭാര്യ മക്കളുടെ വാക്ക് കേട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് വാവിട്ട് കരയുന്ന ഉമ്മയും വാപ്പയുമാണ്. അല്ലാഹു തആല നമ്മയൊക്കെ കാക്കുമാറാവട്ടെ.